നമ്മൾ ഇന്നൊരു അടിപൊളി പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് പുഡിംഗ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ പുഡിംഗ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 6 പീസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ബ്രൗൺ കളറുള്ള സൈഡ്സൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കി എടുക്കാം. അപ്പോൾ ബ്രെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം. ബ്രെഡ് ക്രംസ് റെഡിയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു പാൻ വയ്ക്കാം. പാനിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഷുഗറിലേക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ കാരമലൈസ് ചെയ്ത ഷുഗർ ഒഴിച്ചു കൊടുക്കും. ഞാനിപ്പോൾ ഇതൊരു സ്റ്റീലിൻ്റെ ഒരു ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിക്കുന്നതിന് മുമ്പ് പാത്രം നന്നായി കഴുകി നന്നായി തുടച്ചെടുക്കണം, വെള്ളമൊന്നുമില്ലാതെ. നമുക്ക് കേക്ക് ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല, സ്റ്റീൽ പാത്രത്തിലായാലും ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഷുഗർ അവിടെ കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ എല്ലായിടത്തും ആവാതെ പോവും. അതുകൊണ്ട് നമ്മളിതിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ ഇതൊന്ന് ചുറ്റിച്ച് അത് റെഡിയാക്കി വെക്കണം. അടുത്തതായിട്ട് നമുക്ക് ഒരു 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കാം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാലെടുക്കാം. 1 കപ്പ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നന്നായി തിളപ്പിക്കണം. നമുക്കപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് ഇത് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നന്നായി മിക്സ് ചെയ്യുക. കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൗവ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം ഇത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് പതുക്കെ ആഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചായിട്ട് വേണം ആഡ് ചെയ്യാൻ. എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്. ആദ്യം കുറച്ചിടുക, അതിനുശേഷം വീണ്ടും അങ്ങനെ വേണം നമ്മൾ ആഡ് ചെയ്തെടുക്കാൻ. ബ്രെഡ് ക്രംസ് ഫുള്ള് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. നമ്മളപ്പോൾ ഈ ബൗളിൽ ആദ്യം തന്നെ കാരമലൈസ് ചെയ്ത് ഷുഗർ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്ത ബ്രെഡ് മിക്സ്ചർ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും ഒരേപോലെ
നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് അതിൻ്റെ അകത്തായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് മിക്സ്ചർ നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. സ്റ്റീമറിലെ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്ചർ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവിയുടെ ആ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് വീഴും. ഇനി നമുക്ക് നമ്മുടെ സ്റ്റീമർ അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലും ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലും നമ്മളിത് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റാണ്. നമുക്കിത് കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ വെക്കണം. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 4 മണിക്കൂർ ഇത് വെച്ചു. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇതിനെ പകർത്താം. നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി പുഡിംഗ് റെഡിയാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് വളരെ സോഫ്റ്റാണ്. ഒന്ന് തൊടുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനാകെ 4 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ: മിൽക്ക്, ഷുഗർ, കസ്റ്റർഡ് പൗഡർ ആൻഡ് ബ്രെഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.